2024 ജൂൺ 1 മുതൽ ജർമ്മൻ ഗവൺമെൻറ് ജർമ്മനിയിലേക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് ആരംഭിച്ചിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? മുൻകാലങ്ങളിൽ ജോബ് സീക്കർ വിസ എന്നറിയപ്പെട്ടിരുന്ന വിസയുടെ പുതിയ രൂപമാണ് ഓപ്പർച്യൂണിറ്റി കാർഡ്. ഇതിന് അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി മിനിമം ഡിഗ്രി ഉണ്ടാവുക, മിനിമം പോയിന്റ്സ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡിഗ്രി ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഏജ് 40 വരെ എന്ന് പറയുന്നു. 40 കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. 5 ലക്ഷത്തോളം ആൾക്കാരെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിലേക്ക് സെലക്ട് ചെയ്യാനാണ് ജർമ്മൻ ഗവൺമെൻറ് ഇപ്പോൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ജൂൺ 1 മുതൽ ഓപ്പൺ ആണ്. എല്ലാവരും ഇപ്പോഴും ഇതിൻ്റെ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ മാത്രമാണ്. എന്നാൽ വിസ ഫോർ സ്റ്റഡി ഇതിനോടകം തന്നെ പല ആപ്ലിക്കൻസിൻ്റെയും എലിജിബിലിറ്റി ചെക്ക് ചെയ്യുകയും ഇൻവിറ്റേഷനോടുകൂടിയും ഇൻവിറ്റേഷൻ ഇല്ലാതെയും സ്പോൺസർഷിപ്പോടുകൂടിയും വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയും വിസകൾ കിട്ടിത്തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ കാണുന്നത് പോലെ ഈ മാസം വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. വിസ വളരെ ഫാസ്റ്റാണ്. 5 ലക്ഷത്തോളം ആൾക്കാരെ ലോകത്തുനിന്ന് എല്ലാ രാജ്യങ്ങളിൽ നിന്നും സെലക്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻസിന് ഏകദേശം 40,000-ഓളം ഓപ്പർച്യൂണിറ്റി കാർഡ് കിട്ടുമെന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ആയതുകൊണ്ട് നിങ്ങൾ ഒരു ആപ്ലിക്കൻ്റ് ആണ് എങ്കിൽ എത്രയും വേഗം വിസ ഫോർ സ്റ്റഡിയെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ എലിജിബിലിറ്റി ഞങ്ങൾ ഫ്രീ അസസ്മെൻറ്റിലൂടെ അറിയിക്കുകയും നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എത്രയും വേഗം നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാനുള്ള സ്റ്റെപ്സിലേക്ക് നീങ്ങുവാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട്. ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 1 അല്ലെങ്കിൽ 2 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇപ്പോൾ വിസ ഇഷ്യൂ ചെയ്യുന്നു. എംബസി ഇൻ്റർവ്യൂ ഉണ്ടാകാറില്ല. എന്നാൽ ഈ സിറ്റുവേഷൻ മാറി വരാം. കൂടുതൽ ആപ്ലിക്കൻസ് വരികയും കൂടുതൽ വർക്ക് ലോഡ് വരികയും സീനിയോറിറ്റി മാറുകയും ചെയ്യുമ്പോൾ വെയിറ്റിംഗ് പീരീഡ് കൂടാം. ചിലപ്പോൾ ഇൻഡിവിജ്വൽ ഇൻ്റർവ്യൂസിലേക്കുമൊക്കെ എംബസികൾ മാറാനുള്ള സാധ്യതയുണ്ട്. ആയതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി കാർഡ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ വിസ ഫോർ സ്റ്റഡിയുടെ ബ്രാഞ്ചുകളിൽ കോൺടാക്ട് ചെയ്യുക. ഇന്ന് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫ്രീ അസസ്മെൻറ്റ് നടത്തി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാനുള്ള ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഈ വിസയുടെ കാലാവധി 1 വർഷമാണ്. ഈ വിസ എക്സ്റ്റൻഡബിൾ ആണ്. വിസ പീരീഡിൽ ജോബ് സെർച്ച് ചെയ്യുകയും ട്രയൽ ജോബിന് പോകാനും പറ്റും, പെയ്ഡ് ആയിട്ടുള്ള. അതോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോബും അലൗഡ് ആണ്. ജോബ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റിലേക്ക് മാറി PR-ലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വിസയാണ് ഓപ്പർച്യൂണിറ്റി കാർഡ്. അതോടൊപ്പം തന്നെ മറ്റ് ഷെങ്കൻ കൺട്രികളിലേക്ക് മാറി ജോബ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യുവാനും ഈ വിസ അനുവദിക്കുന്നു. താങ്ക് യു.